الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. പ്രപഞ്ചനാഥനായ ഏകനായ സൃഷ്ടാവിന്റെ കൽപ്പന ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ചു ഈ ലോകത്തും വിജയം വരിക്കുന്ന രൂപത്തിൽ തത്വമുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുക. ഇസ്ലാം കേവലം കുറെ വിശ്വാസവും ആചാരവും മാത്രമല്ല. കുറെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക അല്ലെങ്കിൽ കുറെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്നുള്ളത് അതിന്റെയൊക്കെ ഒരു ചടങ്ങായി നടന്നു പോവുക എന്നതല്ല മതം പഠിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ജീവിതത്തിൽ എപ്പോഴും ജീവിതത്തില് എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരിക്കണം എന്നത് കൂടി ഇസ്ലാമിന്റെ താല്പര്യമാണ്. ഒരാൾ വിശ്വാസിയാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതവും നാളെ പരലോക ജീവിതവും രണ്ടും ധന്യമായിരിക്കാറുണ്ട്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മുസ്ലിം ആവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ആചാരം അനുഷ്ഠിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുക എന്നുള്ളത് അതിന്റെ മുഖ്യ ലക്ഷ്യമാണ്. അതോടൊപ്പം ഈ ലോകത്ത് കൂടി അവന്റെ ജീവിതത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും ആനന്ദവും ഒക്കെ ഇതിന്റെയൊക്കെ താല്പര്യമായി ഇസ്ലാം കാണുന്നുണ്ട് എന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമസ്കാരത്തെ പറ്റി പറയുകയുണ്ടായി. നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാനസികമായി വളരെ സ്വസ്ഥത അനുഭവിക്കുകയും ഈ ലോക ജീവിതത്തിൽ തന്നെ വളരെ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥ നമസ്കാരമാണെങ്കിൽ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെമറിച്ച് ഒരു വേണ്ടാത്തരം ചെയ്യുന്ന, എപ്പോഴും അങ്ങനെ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന, സാമ്പത്തികമായി ക്രമക്കേടുകൾ കാണിക്കുന്ന, മറ്റ് പല രൂപത്തിലും സമ്പാദ്യമുള്ള ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. പരലോകത്ത് അത് വേറെ. ഈ ലോക ജീവിതം തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപൂർണമാകും. എപ്പോഴും ടെൻഷനും ബേജാറും, പിടിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ആയി.
എന്നാൽ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എല്ലാ ടെൻഷനുകളിൽ നിന്നും എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്നും ഒക്കെ മുക്തമായ ഒരു ജീവിതം നയിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു. നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മിഫ്താഹുൽ ജന്ന അസ്സലാ, സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് നമസ്കാരം. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണം, നമസ്കാരം നിർബന്ധമാണ്. അത് പഠിപ്പിച്ച് അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ അടുത്ത് കൂടിയ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നു. ആ നദിയിൽ ഇറങ്ങി ഒരു മനുഷ്യൻ കുളിക്കുന്നുവെങ്കിൽ ഒരു നേരമല്ല 5 നേരവും അതിലിറങ്ങി കുളിക്കുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്തിനോട് ചോദിക്കാം, വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞില്ല. എങ്കിൽ ഇതേപോലെയാണ് 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും എന്തൊക്കെ പോരായ്മകൾ മനുഷ്യനുണ്ടോ അതിൽ നിന്നെല്ലാം അയാൾ മോചിതനാകുന്നു. തെറ്റുകളും അതേപോലെ തന്നെ പാപങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ അപാകതകളായി കണക്കാക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ മോചിതനാകുന്നു 5 നേരത്തെ നമസ്കാരത്തിലൂടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ശുദ്ധിയാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്, സ്വയം ശുദ്ധീകരണം കിട്ടുന്നത് കൂടിയാണ് എന്നതാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അൻകബൂത്തിലെ 45-ാമത്തെ ആയത്താണ്. പ്രവാചകനോട് പറയാം, പ്രവാചക താങ്കൾ ഈ ആളുകൾക്ക് പാരായണം ചെയ്തു കൊടുക്കുക, അവർക്ക് തിലാവ ചെയ്തു കൊടുക്കുക. എന്താണ് തിലാവ ചെയ്തു കൊടുക്കേണ്ടത്? മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം നിനക്ക് വഹിയായി നൽകിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ആളുകളെ പഠിപ്പിക്കുക. അതാണ് അടിസ്ഥാനം. ഖുർആൻ ആളുകളിലേക്ക് എത്തിക്കുക, അത് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ പറഞ്ഞാൽ അതിന്റെ പ്രായോഗിക രൂപം. ഖുർആൻ ആളുകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ വശം അതുകൂടി നീ നിർവഹിക്കുക. ഖുർആൻ പഠിക്കുന്നതോടുകൂടി മനുഷ്യരിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് നമസ്കാരം എന്നുള്ളത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് നിർവഹിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയണം ഇന്ന സ്വലാ, കാരണം ഈ നമസ്കാരം തീർച്ചയായും ഈ നമസ്കാരം അത് മനുഷ്യനെ തടയുന്നു. അത് മനുഷ്യനെ തടയുന്നു അനിൽ ഫഹ്ശാഇൽ നിന്ന്. ഫഹ്ശാ എന്ന് പറയുന്ന നീചവൃത്തി, അധാർമികത, തെറ്റായ കാര്യങ്ങൾ, ഇതൊക്കെ പല രൂപത്തിലുള്ള അർത്ഥങ്ങളും പറയാവുന്നതാണ്. ഫഹ്ശാ എന്നും ഫാഹിഷത്ത് എന്നും വിശുദ്ധ ഖുർആൻ 2 പദങ്ങളാണ് ഖുർആനിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ അധികവും ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ലൈംഗികമായ അരാജകത്വവുമായി ബന്ധപ്പെട്ടാണ് ഫഹ്ശാ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ വേണ്ടാത്തരങ്ങൾ, തിന്മകൾ അല്ലെങ്കിൽ അധാർമികത എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മനുഷ്യന്റെ ലൈംഗികമായ അതിരുവിട്ട ജീവിതം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ, അതെല്ലാം ഫഹ്ശാ ആയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചതായി കാണാൻ കഴിയും. കാരണം വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിഷ. അങ്ങനെ ജീവിതത്തിൽ സദാചാര വിരുദ്ധമായ രൂപത്തിൽ നീ വ്യഭിചാരവുമായി അടുക്കരുത്. ലാ തഖറബു, അടുക്കുക പോലും ചെയ്യരുത്. ഇതിനെ പറ്റി പറയുന്നത് ഇന്നഹു കാന ഫാഹിഷ, അത് ഫാഹിഷത്താണ്, നീചവൃത്തിയാണ്, അധാർമികതയാണ്, മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇന്നഹു കാന ഇന്നഹു സാഅ സബീല, അതേപോലെ തന്നെ വളരെ ചീത്തയായ വഴിയുമാണ്. ഇപ്പൊ സിനയെ പറ്റി പറഞ്ഞ സ്ഥലത്ത് ഫാഹിഷത്തെ ആണ് ഉപയോഗിച്ചത്. ഇപ്പൊ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നീചവൃത്തികളിൽ നിന്ന് അവനെ അത് തടയും, നമസ്കാരം അവനെ തടയും. ഇതേപോലെ തന്നെ ഖുർആനിൽ കാണാൻ കഴിയും, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ സമുദായത്തെ പറ്റി പറഞ്ഞപ്പോ അവിടെയും ഫാഹിഷത്ത് എന്നുള്ള പദം ഉപയോഗിച്ചത്. ലൂത്ത് നബി അലൈഹിസ്സലാം
അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ആൾക്കാരോട് ചോദിച്ചത്, നിങ്ങൾ ഈ നീചവൃത്തി ചെയ്യുകയാണോ? എന്തായിരുന്നു അവരുടെ നീചവൃത്തി? ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളതാണല്ലോ. പുരുഷന്മാരെ സമീപിക്കുന്ന, സ്ത്രീകളെ സമീപിക്കുന്ന ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്ന സ്വർഗരതിയായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ഫാഹിഷ. അപ്പൊ ഇങ്ങനെ അതിരുവിട്ട രൂപത്തിലുള്ള ലൈംഗിക ജീവിതം നിങ്ങൾ നയിക്കുകയാണോ? ഫാഹിഷ, നിങ്ങൾ ഈ രൂപത്തിലുള്ള തെറ്റ് നിങ്ങൾ ചെയ്യുകയാണോ എന്ന് ലൂത്തിന്റെ ഇസ്ലാം ചോദിക്കുന്നുണ്ട്. വ്യഭിചാരവും സ്വർഗരതിയും ഈ രൂപത്തിലുള്ള ലൈംഗികമായ സദാചാര വിരുദ്ധമായ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഫാഹിഷ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയും. ഈ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകള് അവര് വസ്ത്രം ധരിക്കാതെ കഅബയുടെ ചുറ്റും വരികയും എന്നിട്ട് തവാഫ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും കാരണം അവർ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത വസ്ത്രമാണ്, ഞങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഈ വസ്ത്രം റബ്ബിന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും വസ്ത്രം വിരിഞ്ഞുകൊണ്ട് അവർ തവാഫ് നടത്തുകയും ചെയ്തിരുന്നു. കഅബ തവാഫ് ചെയ്തിരുന്നു. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ ആ രൂപത്തിൽ വന്നിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇതിനെ വിശുദ്ധ ഖുർആൻ വിലക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഏതേത് ആരാധനാലയങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിലും അവിടെ ആരാധന അർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രം, ആ അലങ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ വസ്ത്രം ഉപയോഗിച്ചിരിക്കണം. എങ്ങനെയെങ്കിലും വസ്ത്രമല്ല, ആ സീനത്ത് എന്നുള്ള ഭാഗത്തുനിന്ന് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ ആളുകൾക്കിടയിൽ എപ്പോഴും നമ്മൾ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെയായിരിക്കണം എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അലങ്കാരത്തിന്റെ വസ്ത്രം നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് വസ്ത്രം ധരിക്കണം പള്ളിയിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിച്ചതിന്റെ തൊട്ടടുത്ത് പിന്നീട് ഒരു ആയത്ത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, പ്രവാചക ഈ ആളുകളോട് ഇതുകൂടി നീ പഠിപ്പിച്ചു കൊടുക്കൂ. എന്താണ്? തീർച്ചയായും അല്ലാഹു വിലക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. റബ്ബി എന്ന റബ്ബ് അൽ ഫവാഹിഷ, ഇത്തരം നീചവൃത്തികൾ. എന്താ ഇവരുടെ നീചവൃത്തി? എന്താ? ലൈംഗിക പ്രദർശനമാണ്. ലൈംഗികമായ ഈ രൂപത്തിലുള്ള പ്രദർശനവും അത് ആളുകൾ കാണുകയും ചെയ്യുക, അതൊക്കെ ഈ ഫാഹിഷത്ത് ഫവാഹിഷ് എന്നുള്ള രൂപത്തിൽ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചതായി കാണുന്നു. അപ്പൊ ഇത്തരം തെറ്റായ കാര്യങ്ങൾ അല്ലാഹ് വിലക്കിയിട്ടുണ്ട് എന്ന് ഈ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. അതിന്റെ ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഏതേത് രൂപങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്നുകൂടി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ നമസ്കാരം കൊണ്ട് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ള നിലയ്ക്ക് പഠിപ്പിച്ചത് ഇത്തരം എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്നും അത് മനുഷ്യരെ വിലക്കുന്നു. ലൈംഗികമായ ഇത്തരം അരാജകത്വങ്ങളിൽ നിന്ന്, വഴിവിട്ട ജീവിതങ്ങളിൽ നിന്ന്, അത്തരം ചിന്തകളിൽ നിന്ന്, അത്തരം കാഴ്ചകളിൽ നിന്ന് എല്ലാം മനുഷ്യരെ തടഞ്ഞു നിർത്താൻ ഈ നമസ്കാരം കൊണ്ട് കഴിയുന്നു എന്ന്. അങ്ങനെ കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നമസ്കാരം ആ നിലയ്ക്ക് നമ്മളെ ഇതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ടോ എന്നുള്ളത്. ഇന്നിപ്പോ നമസ്കാരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പഴയ കാലത്തെ പോലെയല്ല. പള്ളികളിലൊക്കെ പോയാൽ ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കരിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളാണ്. അതോടൊപ്പം ഇത്തരം കുറ്റകൃത്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ഒരു വൈരുദ്ധ്യം. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് നമസ്കാരം കൊണ്ട് ഇതൊക്കെ മനുഷ്യൻ ഇതൊക്കെ തടഞ്ഞു നിർത്താൻ അവന് സാധിച്ചിരിക്കണമെന്നാണ്. ഇതിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ലൈംഗിക അരാജകത്വം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യനുമാണെങ്കിൽ
അയാൾക്ക് കുട്ടികളുമായി ബന്ധമാകാം, പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരുമായി ബന്ധമാകാം, സ്ത്രീകളുമായി ബന്ധമാകാം, മൃഗങ്ങളുമായി ബന്ധമാകാം. അതങ്ങനെ വലിച്ചു നീട്ടി ആ ലൈംഗിക ജീവിതത്തെ എല്ലാ തരത്തിലുള്ള സീമകളും ലംഘിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, എല്ലാം മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ തന്റെ ലൈംഗികമായ സംതൃപ്തി കണ്ടെത്തേണ്ടത് തന്റെ ഇണയിൽ നിന്ന് മാത്രമാണെന്നാണ്. മനസ്സിലാക്കേണ്ട കാര്യമാണ്, തന്റെ ഇണയിൽ നിന്ന് മാത്രമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവിതത്തിന്റെ സുഖമുണ്ടാകും, മാനസികമായ സംതൃപ്തി ഉണ്ടാകും. അതല്ലാത്ത ഏതേത് ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇപ്പൊ സ്ഥിരമായി ഫോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലൈംഗികമായ ഇത്തരം തൃഷ്ണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകളിൽ മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം വീഡിയോസ്, അത്തരം ഷോർട്സ്, അത്തരം റീൽസ്, അതിൽ മാത്രം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം അധിക ആളുകളുടേതും പരാജയമാണ് എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സംതൃപ്തമായ ജീവിതം ഈ ലോകത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ ലൈംഗിക ജീവിതം അതിന്റെ സംതൃപ്തി കണ്ടെത്തേണ്ടത് തന്റെ ഇണയിലൂടെയാണ്. അതിന്റെ അപ്പുറമുള്ള ഒന്നിലേക്കും എന്നാണ്. ആ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനാകുന്ന ചിന്തയിലേക്ക് നയിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന ഒരു അടുപ്പം പോലും ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ, സ്ത്രീകളുമായി ഫോൺ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലല്ല, ഇത്തരം തെറ്റുകളിലേക്ക് നയിക്കുന്ന ഒരു ഫോൺ കോൾ, അതിലേക്ക് നയിക്കുന്ന ഒരു ചാറ്റ്, ഒരു മെസ്സേജ്, അതൊന്നും മനുഷ്യൻ ചെയ്യരുത്, ഒരു മുസ്ലിം ചെയ്യരുത്. അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വ്യഭിചാരവുമായി അടുക്കുന്ന, മനുഷ്യന്റെ സദാചാര ജീവിതത്തിന് വിരുദ്ധമായ രൂപത്തിലുള്ള ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതിലേക്ക് നയിക്കുന്ന എല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞ് മുനാജാത്ത് നടത്തുന്ന ആ മനുഷ്യൻ തീർച്ചയായും ഇത്തരം എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. പ്രവാചകന്റെ കൂടെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു അൻസ്വാരി. സഹാബത്ത് അയാളെ പറ്റി ഇങ്ങനെ റസൂലിനോട് കുറ്റം പറഞ്ഞു. അയാള് ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, അയാൾ മോഷണം പോലും നിർത്തിയിട്ടില്ലല്ലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ നമസ്കാരമുണ്ടല്ലോ, തീർച്ചയായും നിങ്ങളെ അയാളെ പറ്റി പറയുന്ന ഈ കുറ്റങ്ങളിൽ നിന്നൊക്കെ അയാളെ വിലക്കും, അയാൾ ശരിയാവും എന്ന് റസൂൽ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹാബികൾ തന്നെ റസൂലിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ശരിയാണ് സഹാബത്ത് പറയണം, പ്രവാചകനെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, അയാള് എല്ലാ തെറ്റുകളിൽ നിന്നും മോചിതമായിട്ടുണ്ട്. റസൂൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമസ്കാരം ഇങ്ങനെ മനുഷ്യനെ ശരിയായ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും, അവരെ നന്നാക്കുമെന്നാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എല്ലാവിധ ഇത്തരം നീചവൃത്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് മനുഷ്യനെ ഇങ്ങനെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗികമായ അതിരുവിട്ട വഴികളിൽ നിന്നൊക്കെ മനുഷ്യനെ പിന്മാറ്റി അള്ളാഹുവിലേക്ക് അവനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം. പിന്നീട് പറഞ്ഞ മുൻകറിൽ നിന്നും മനുഷ്യനെ വിലക്കുന്നുണ്ട്. തെറ്റായ ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ മുൻകർ എന്നെന്താ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ എപ്പോഴും പ്രയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് മഅറൂഫ്, മുൻകർ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ പരിചിതമായ, ആളുകളൊക്കെ അംഗീകരിച്ചിട്ടുള്ള നന്മ. റോട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് മഅറൂഫാണ്, നല്ല കാര്യമാണ്, എല്ലാവരും അറിയപ്പെടുന്നതാണ്. റോഡിലേക്ക് മാലിന്യം നിക്ഷേപിക്കുക എന്നുള്ളതോ മുൻകറാണ്, അത് മുൻകറാണ്, തെറ്റായ കാര്യമാണ്. മഅറൂഫ്, മുൻകർ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആളുകൾ വെറുക്കുന്ന, ആളുകൾ മോശമായി കാണുന്ന എന്തൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ വിലക്കുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പോൾ ഇത്തരം തെറ്റായ വലിയ വലിയ കാര്യങ്ങളിൽ നിന്നും, ചെറിയ ചെറിയ തിന്മകളിൽ നിന്നുമൊക്കെ, അതേപോലെ അസൂയ,
പക, മനുഷ്യന്മാരോടുള്ള ദേഷ്യം, പലതും, അങ്ങനെ ആളുകളുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ തെറ്റുകളും മുൻകറിൽപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ നെഞ്ചത്ത് കൈവെക്കുന്ന മനുഷ്യൻ ആ നെഞ്ചിന്റെ അകം ശുദ്ധമായിരിക്കണമെന്നാണ്. അതിൽ നിന്നുള്ള പകയും മറ്റുള്ളവരോടുള്ള ദേഷ്യവും അസൂയയും എല്ലാം മുക്തമാകുന്ന രൂപത്തിലുള്ള ഒരു നെഞ്ചത്താണ് മനുഷ്യൻ കൈവച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റുകളിൽ നിന്നൊക്കെ മോചിതമാകുന്നു. തുടർന്ന് പറഞ്ഞത് വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്കരിക്കാൻ നിന്നാൽ പല ഓർമ്മകളാണല്ലോ വരിക, സ്വാഭാവികമാണ് മനുഷ്യൻ. അതിൽ നിന്നൊക്കെ മോചിതമായി ദിക്റുള്ളയിലേക്ക്, അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം അല്ലാഹുവിനെ ഓർക്കലാണ് എന്ന രൂപത്തിൽ അല്ലാഹുവിനെ ഓർക്കാൻ അതിനു വേണ്ടിയായിരിക്കണം ആ നമസ്കാരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വനഅ എന്ന് പറയുന്ന അറബി പദത്തിന് നമ്മൾ ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രവർത്തിച്ച് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാത്തിനും പറയുന്ന ഒരു പദമാണ്. അപ്പൊ നിങ്ങൾ നമസ്കാര സമയത്തും അതിനോടനുബന്ധിച്ചുമൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. തെറ്റിൽ നിന്ന് പരമാവധി മോചിതമാകുന്ന രൂപത്തിലുള്ള നമസ്കാരം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ അല്ലാഹു അക്ബർ എന്നാണ് പറയുമ്പോൾ ആരാണ് കേൾക്കുന്നത്? മറ്റൊരു കേൾക്കാൻ വേണ്ടിയല്ലല്ലോ. ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഞാനും അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുകയാണ്. സ്വലാത്ത് എന്ന നമസ്കാരത്തിന് പറയാനുള്ളത്. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അറബിയില് വസ്വല എന്നുള്ള ഒരു പദത്തെ ചേർത്തി എന്നൊക്കെ. ആ ശിലത്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അല്ലാഹുവുമായുള്ള ചേർന്ന് നിൽക്കലാണ് സ്വലാത്ത് എന്ന് പറഞ്ഞത്. കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ട്, അതേപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട്, നമ്മുടെ ഡിവൈസുകളിൽ നിന്ന് പോലും നമ്മൾ മാറി നിന്ന് അല്ലാഹുവുമായുള്ള ബന്ധം ചേർക്കലാണ് യഥാർത്ഥത്തിലുള്ള സ്വലാത്ത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നതിന്റെ ഒരു പ്രതീകമായി ആ നമസ്കാരം മാറുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതല്ല, പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് എന്റെ മുമ്പിലേക്ക് വരുന്നു. അതേ രൂപത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എന്റെ അല്ലാഹുവുമായി നേരിട്ട് നിൽക്കുന്ന ഒരു കർമ്മമായി അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്ന, അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ആ നമസ്കാരം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അത് മുഖേന നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നു, ജീവിതം സംതൃപ്തമാകുന്നു. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗത്തിന്റെ ഉടമകളായി നാം മാറുകയും ചെയ്യുന്നു. അതാണ് വിശുദ്ധ ഖുർആനിൽ ചുമത്തി പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഈ മഹത്തായ ആരാധനയെ ആക്കി തീർക്കാൻ, അങ്ങനെ പരിവർത്തിപ്പിക്കാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹ നാസ് ഊസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് മറിയം വരെ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട്, ഇബ്രാഹിം നബി തൊട്ടിട്ട് ഏകദേശം ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞിട്ട് അവരാകുന്നു ഏറ്റവും ഉത്തമരായ ഹിദായത്ത് ലഭിച്ച ആളുകൾ, അവരുടെ മാർഗത്തിൽ നിങ്ങളും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പ്രവാചകന്മാർ നന്നാക്കിയെടുത്ത ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പിന്നാലെ ഒരു വിഭാഗം വന്നു. അവർ നമസ്കാരം പാഴാക്കി. നിസ്കരിക്കുന്ന കാര്യത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തോന്നിയ പോലെ അവർ ജീവിക്കാൻ തുടങ്ങി. ഇച്ഛകൾക്ക് പിന്നാലെ അവർ പോയി. പിന്നീട് അവർക്ക് വലിയ നാശത്തെ അവർ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇനി അവർക്ക് അഭിമുഖീകരിക്കാനുള്ളത്, അവർക്ക് നേരിടാനുള്ളത്
വലിയൊരു നാശമാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ കഴിയും. എന്നിട്ട് ഇതിനെ പറയുന്നുണ്ട്, അതിൽ നിന്നൊക്കെ പിന്മാറി തൗബ ചെയ്ത ആളുകളാണെങ്കിൽ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞത് ചോദിച്ചാൽ, നിസ്കരിക്കുന്ന നമ്മുടെ സമൂഹത്തിനും വരാവുന്ന ഒരു ആപത്താണ് നമസ്കാരത്തെ പറ്റിയുള്ള ശ്രദ്ധയില്ലായ്മയും അങ്ങനെ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന അവസ്ഥയും ഒക്കെ ഈ സമുദായത്തിൽ ഉണ്ടാകും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെയും ആ സമുദായത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞിട്ട് ഇതേപോലെ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോയി ഇതൊക്കെ ഒഴിവാക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർക്ക് നേരിടാനിരിക്കുന്നത് വലിയ നഷ്ടമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി അതിനുശേഷം പറയുന്നത്. ഈ ഒരു ശ്രദ്ധ നമ്മുടെ പക്കൽ ഉണ്ടാകണം. നമ്മുടെ വീട്ടുകാരെ നമസ്കരിക്കുന്നവരായി മാറ്റുക എന്നുള്ളത് വീട്ടുടമസ്ഥന്റെയും നേതൃത്വം കൊടുക്കുന്നവരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, നിന്റെ കുടുംബത്തെ നീ നമസ്കാരത്തെ പറ്റി കൽപ്പിക്കുക, അതിന്റെ പേരിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. അവരോട് പറയുമ്പോ പറഞ്ഞാൽ എങ്ങനെ അവർ സ്വീകരിക്കൂലേ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഒരു പ്രതികരണം എന്നതൊക്കെ പേടിക്കേണ്ടതൊന്നുമില്ല. അതിന്റെ പേരിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്നെ അവരോട് നമസ്കരിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. എന്തിനാ നമസ്കരിക്കുന്നത്? ഇങ്ങനെ ബുദ്ധിമുട്ട് നമസ്കരിക്കാൻ വേണ്ടി അല്ല. അവരുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പരിവർത്തനം ഉണ്ടല്ലോ, ജീവിതം തന്നെ അങ്ങനെ ശരിയായി വരും. അതിലൂടെ കുടുംബത്തെ നേരെയാക്കി എടുക്കാൻ കഴിയും. അങ്ങനെ കുടുംബങ്ങൾ നേരെയാകുമ്പോ ആ സമൂഹം നേരെയാകും, മഹല്ല് നേരെയാകും. അങ്ങനെ എല്ലാ പരിവർത്തനം ഉണ്ടാകുന്ന രൂപത്തിൽ തന്നെ നിന്റെ ആളുകളോട് നീ നമസ്കാരത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. കുട്ടികളോട് നമസ്കരിക്കൂ എന്ന് കൽപ്പിക്കല്ല. നമ്മുടെ ഇഷ്ടമായി നമസ്കാരം മാറിയിട്ട് ആ ഇഷ്ടത്തെ കുട്ടികൾ അത് അവരുടെ ഇഷ്ടമാക്കി മാറ്റണം. ടർഫിൽ പോവുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പാർക്കിൽ പോവുക എന്നാൽ ഇഷ്ടമാണ്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഇഷ്ടമായ കാര്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കൺകുളിർമയായി മാനസികോല്ലാസമായി ആനന്ദോത്സവമായി നമസ്കാരത്തെ കണക്കാക്കിയിരുന്നു എന്ന്. ആ രൂപത്തിൽ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ നമസ്കാരത്തെ കണക്കാക്കുന്നുവെങ്കിൽ തീർച്ചയായും കുട്ടികൾ അതിലേക്ക് വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. പിന്നീട് ചില നിർബന്ധങ്ങളൊക്കെ ചെലുത്തിയിട്ട് തന്നെ ആ ഒരു പരിശീലനം അവരെ ഉണ്ടാക്കിയിരിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് വീട്ടുകാരെ കൂടി ഈ നമസ്കരിക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. കാരണം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, ആരാ ഇബ്രാഹിം നബി? നമുക്കറിയാലോ, ഒറ്റക്ക് വലിയ ദൗത്യമേറ്റെടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കണം, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ മാത്രമല്ല, എന്റെ അനന്തരാവകാശമായി എന്റെ കുടുംബ ബന്ധുക്കളെയും എന്റെ ശേഷം വരുന്ന എല്ലാവരെയും നമസ്കരിക്കുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നതായി കാണാം. അതൊരു മാതൃകയായി നാം മനസ്സിലാക്കാം. ലുഖ്മാൻ അലൈഹി സ്വലാം മകനെ ഉപദേശിക്കുന്നിടത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് അറിയാലോ. നമ്മുടെ കുടുംബത്തിൽ നമസ്കരിക്കുന്നവരാണ് എല്ലാവരും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമികമായ ഒരു ബാധ്യതയാണ്. അത് ഒരു അമാനത്തായി നാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെ അത് ശീലിപ്പിക്കുകയും അത് ചെറുപ്പം മുതൽ തന്നെ പരിശീലിപ്പിക്കുകയും അവരുടെ ഇഷ്ടമാക്കി മാറ്റുകയും ചെയ്യുക. ആ നിലക്ക് കുട്ടികളിലും കുടുംബങ്ങളിലുമൊക്കെ ആ നമസ്കാരത്തിന്റെ പരിവർത്തനം ഉണ്ടായി കുടുംബത്തെ ഏറ്റവും നല്ലവരാക്കി തീർക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പുറത്തു ഇന്ന് നമ്മുടെ പള്ളി ഫണ്ടും അതേപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ ഫണ്ടും കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുമായി എല്ലാവരും സഹകരിക്കണം, പരമാവധി സംഭാവനകൾ അർപ്പിക്കണം ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് അത്തരം ദാനധർമ്മങ്ങൾ മഹത്തായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമുക്കിടയിൽ രോഗമായി കിടക്കുന്ന ആളുകളുണ്ട്, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സഹോദരങ്ങളും അള്ളാഹു അവർക്ക് മഹത്വത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അവരെയും നമ്മയും അള്ളാഹു അവരുടെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.